സുവിശേഷം, രാജ്യത്തിന്റെ സുവിശേഷം എന്നിങ്ങനെ ആളുകൾ വാചാലരാവുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇസ്രായേൽ ജനത രാജ്യത്തിന്റെ സുവിശേഷം സ്വീകരിക്കാഞ്ഞതിനാൽ ദൈവം ഈ പദ്ധതി ഉപേക്ഷിച്ചുവെന്നു. മർമ്മമായിരുന്ന കൃപയുടെ സുവിശേഷം എന്ന മറ്റൊരു സുവിശേഷം പൗലോസിലൂടെ ജാതികൾക്കു നൽകിയെന്നും ഇവർ അവകാശപ്പെടുന്നു. കൃപയുടെ സുവിശേഷത്തിലൂടെ രക്ഷിക്കപ്പെടുന്ന ജാതികൾ സ്വർഗത്തിലും രാജ്യത്തിന്റെ സുവിശേഷത്തിലൂടെ രക്ഷിക്കപ്പെടുന്ന ഇസ്രായേൽ ഭൂമിയിലും ഭാവിയിൽ ജീവിക്കുമെന്ന് ഉന്നയിക്കുന്നവരുമുണ്ട്. കൃപയുടെ സുവിശേഷകർ ദൈവകൽപ്പനകളും നല്ല പ്രവൃത്തികളും രാജ്യത്തിന്റെ സുവിശേഷകർക്കു മാത്രമായി ചാർത്തി കൊടുക്കുന്നു. യാഹുഷയിൽ വിശ്വസിച്ചാൽ മാത്രം മതി രക്ഷ പ്രാപിക്കും എന്ന് പറയുന്ന ഇവർ ദൈവകൽപ്പനകൾ അനുസരിക്കാതെയും നല്ല പ്രവൃത്തികൾ ചെയ്യാതെയും രക്ഷിക്കപ്പെടും എന്ന പ്രസാദകരമായ പ്രസംഗം നടത്തുന്നു. ഇതിലൂടെ തങ്ങൾക്കു ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം, വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന തെറ്റിദ്ധാരണ ഇവർ പരത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ ബൈബിളിൽ തിരഞ്ഞാൽ കാണുകയില്ല എന്നതാണ് സത്യം. കൃപയുടെ സുവിശേഷം എന്നൊരു മറ്റൊരു സുവിശേഷമോ കൃപായുഗത്തെ പറ്റിയോ ബൈബിളിൽ പ്രതിപാദിക്കുന്നില്ല. മാനസാന്തരപ്പെടുവിന് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് യാഹുഷ ഇസ്രായേല് ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കു മാത്രമാണ് അയക്കപ്പെട്ടിരിക്കുന്നതെന്നാണ്. ഈ 12 പേരെയും യാഹുഷ ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതീയരുടെ അടുത്തേക്കു പോകരുത്, സമരിയാക്കാരുടെ പട്ടണത്തില് പ്രവേശിക്കുകയുമരുത്. പ്രത്യുത ഇസ്രായേല് വംശത്തിലെ നഷ്ടപ്പെട്ടുപോയ ആടുകളുടെ അടുത്തേക്കു പോകുവിന്. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിന്. കുരിശു മരണത്തിനു മുന്നേ യാഹുവ താൻ അബ്രാഹവുമായി നടത്തിയ ഈ ഉടമ്പടി പൂർത്തീകരിക്കുകയും ശേഷം പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. അവര് ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യാഹുഷ അപ്പമെടുത്ത് ആശീർവദിച്ചു മുറിച്ച് ശിഷ്യന്മാർക്കു കൊടുത്തുകൊണ്ടരുളി ചെയ്തു: വാങ്ങി ഭക്ഷിക്കുവിന്, ഇത് എന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു: നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിന്. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും പുതിയ ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. പുതിയ ഉടമ്പടിയുടെ ഭാഗമായി യാഹുഷ തന്റെ ശിഷ്യന്മാരെ ലോകം മുഴുവനും അയക്കുകയും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന സത്വാർത്ത അറിയിക്കുകയും ചെയ്തു. യാഹുഷയിൽ വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചവരെയെല്ലാം അവൻ തന്റെ സഭയിലേക്ക് ചേർക്കുകയും ചെയ്തു. യാഹുഷ പ്രതിവചിച്ചു: സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കില് ഒരുവനും ദൈവരാജ്യത്തില് പ്രവേശിക്കുക സാധ്യമല്ല. ആയതിനാൽ ദൈവം തന്റെ ആദ്യ പദ്ധതി ഉപേക്ഷിച്ചുവെന്നും മർമ്മമായിരുന്ന കൃപയുടെ സുവിശേഷം പൗലോസിലൂടെ പുതുതായി അറിയിച്ചു എന്നതും തെറ്റായ ഒരു ചിന്തയാണ്. എന്നാല് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേല് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയയിലും ഭൂമിയുടെ അതിർത്തികള് വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇസ്രായേലാവുന്ന നാട്ടിലെ ഒലിവ് മരത്തിലേക്ക് ഒട്ടിച്ചേർക്കപ്പെട്ടവരാണ് കാട്ടോലിവായ ജാതികൾ. വനത്തിലെ ഒലിവു മരത്തില് നിന്നു നീ മുറിച്ചെടുക്കപ്പെട്ടു കൃഷിസ്ഥലത്തെ നല്ല ഒലിവിന്മേല് പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാല് വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം ഇസ്രായേലിനും പിന്നീട് യവനനും അതു രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ആയതിനാൽ കൃപയുടെ സുവിശേഷം, രാജ്യത്തിന്റെ സുവിശേഷം എന്നിങ്ങനെ 2 സുവിശേഷമില്ല. ദൈവത്തിന് ഒരു പദ്ധതിയേ ഉള്ളൂ. അവൻ കൃപായുഗം എന്നൊരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുമില്ല. ഉടനെ വരുമെന്ന് പറഞ്ഞ യാഹുഷ ഉടനെ തന്നെ വരികയും തന്റെ രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. ഭൂമിയിൽ ജീവിക്കാനായി. ഭൂമിയിൽ നിന്നാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സ്വർഗരാജ്യം എന്ന് പറയുന്നത് സ്വർഗത്തിലല്ലാതെ ഭൂമിയിലാണ്. ദൈവത്തിന്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാവുന്നതിനെയാണ് സ്വർഗരാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ 1,44,000 പേരെ ദൈവം വീണുപോയ ദൂതന്മാർക്ക് പകരമായി തിരഞ്ഞെടുക്കുന്നുണ്ട്. യാഹുഷ അവരോട് പറഞ്ഞു: ഈ യുഗത്തിന്റെ സന്താനങ്ങളെ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയിർക്കുന്നതിനും യോഗ്യരായവരെ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. പുനരുത്ഥാനത്തിന്റെ മക്കള് എന്ന നിലയിൽ അവര് ദൈവദൂതന്മാർക്കു തുല്യരും ദൈവമക്കളുമാണ്. ആകയാല് അവർക്കിനിയും മരിക്കാന് സാധിക്കുകയില്ല. ജലത്താലും ആത്മാവിനാലും ജനിച്ച തന്റെ സഭയിലെ എല്ലാ അംഗങ്ങളെയും യാഹുഷ തന്റെ 2ാം വരവിൽ കൂട്ടിച്ചേർക്കുകയും തന്റെ രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. കൂടുതൽ വ്യക്തത ലഭിക്കുവാൻ മറ്റു വീഡിയോകൾ കാണുക. കുഞ്ഞാടിനൊപ്പം എപ്പോഴും സഞ്ചരിക്കുന്ന 1,44,000 ഒഴികെ 2ാം വരവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം ഇപ്പോൾ ഭൂമിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. 1000 വർഷത്തെ ഭരണത്തിന് ശേഷം സാത്താന് അനുവദിക്കപ്പെട്ട ചെറിയ കാലത്തിലാണ് നാം ഇപ്പോൾ. അവനാകട്ടെ ദൈവം തന്റെ രാജ്യം സ്ഥാപിച്ചു എന്ന സത്യം നമ്മിൽ നിന്ന് മറക്കുകയും കൂടുതൽ പേരെ വഴി തെറ്റിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. യാഹുഷയിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എന്നാൽ ദൈവകൽപ്പനകൾ അനുസരിക്കേണ്ടതില്ല എന്നും നല്ല പ്രവൃത്തികൾ ചെയ്യേണ്ടതില്ല എന്നും പറയുന്നത് വളരെ തെറ്റായ കാര്യങ്ങളാണ്. ദൈവകൽപ്പനകൾ അനുസരിക്കാതിരിക്കാനും തെറ്റുകൾ ചെയ്യുവാനും ശേഷം അതിനെ ന്യായീകരിക്കുവാനുമായി ഇവർ കൽപ്പനകൾ ഒരു നിഴൽ മാത്രമെന്നു അവകാശപ്പെടുന്നു. എന്നാൽ നിയമവും കൽപ്പനകളും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി ഇവർ മനസ്സിലാക്കുന്നില്ല. അതിനെപ്പറ്റി മറ്റൊരവസരത്തിൽ പറയാം. കൂടാതെ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്.
എന്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവൻ എന്തു മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിനു വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിലാരെങ്കിലും ശരീരത്തിനാവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം, നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുമുണ്ട്. പ്രവൃത്തികൾ കൂടാതെയുള്ള നിന്റെ വിശ്വാസം എന്നെ കാണിക്കുക, ഞാൻ എന്റെ പ്രവൃത്തികൾ വഴി എന്റെ വിശ്വാസം നിന്നെ കാണിക്കാം. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലതു തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു, അവര് ഭയന്നു വിറയ്ക്കുകയും ചെയ്യുന്നു. മൂഢനായ മനുഷ്യ, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണെന്ന് നിനക്ക് തെളിയിച്ചു തരേണ്ടതുണ്ടോ? നമ്മുടെ പിതാവായ അബ്രാഹാം നീതീകരിക്കപ്പെട്ടത് തന്റെ പുത്രനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേല് ബലിയർപ്പിച്ചതുവഴിയല്ലേ? അവന്റെ വിശ്വാസം അവന്റെ പ്രവൃത്തികളെ സഹായിച്ചുവെന്നും വിശ്വാസം പ്രവൃത്തികളാല് പൂർണ്ണമാക്കപ്പെട്ടുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. അബ്രാഹാം ദൈവത്തില് വിശ്വസിച്ചു, അത് അവനു നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന തിരുവെഴുത്തു നിറവേറി. അവന് ദൈവത്തിന്റെ സ്നേഹിതന് എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യന് വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണു നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. പ്രവൃത്തികൾ കൊണ്ട് മാത്രം ആരും നീതീകരിക്കപ്പെടുന്നില്ല, എന്നാൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥവുമാണ്. ദൈവം ന്യായം വിധിക്കുന്നത് നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ കാണിക്കലെടുത്താണ്. ആയതിനാൽ യാഹുഷയിൽ വിശ്വസിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്തു ജീവിക്കുക. അനീതി ചെയ്തിരുന്നവന് ഇനിയും അനീതി ചെയ്തുകൊള്ളട്ടെ, പാപകറ പുരണ്ടവന് ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ, നീതിമാന് ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധന് ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഇതാ ഞാന് വേഗം വരുന്നു, എന്റെ സമ്മാനവും ഞാന് കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാന് വരുന്നത്. ഞാന് വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിലെ ഇരിക്കുന്നവനെയും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു, അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല. മരിച്ചവരെല്ലാവരും, വലിയവരും ചെറിയവരും, സിംഹാസനത്തിനു മുമ്പിൽ നിൽക്കുന്നത് ഞാന് കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു, മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു, അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവര് വിധിക്കപ്പെട്ടു. തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെയും വിട്ടുകൊടുത്തു. അവരെല്ലാവരും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. മൃത്യുവും പാതാളവും അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നിത്തടാകം. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. മനുഷ്യപുത്രന് എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവന് തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയന് ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നു വേർതിരിക്കുന്നതുപോലെ അവന് അവരെ തമ്മിൽ വേർതിരിക്കും. അവന് ചെമ്മരിയാടുകളെ തന്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും. അനന്തരം രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളിച്ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിന്, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിന്. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാന് തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാന് തന്നു. ഞാന് പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാന് നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാന് രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാന് കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാര് ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാന് നൽകിയതും എപ്പോള്? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോള്? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചതെപ്പോള്? രാജാവ് മറുപടി പറയും, സത്യമായി ഞാന് നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിലെ ഒരുവൻ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്കു തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം അവന് തന്റെ ഇടത്തുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിന്. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാന് തന്നില്ല. ഞാന് പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാന് നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവര് ചോദിക്കും, കർത്താവേ, ഞങ്ങള് നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തില് കഴിയുന്നവനോ ആയി കണ്ടതും നിനക്കു ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോള്? അവന് മറുപടി പറയും, സത്യമായി ഞാന് നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവൻ നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവര് നിത്യശിക്ഷയിലേക്കും നീതിമാന്മാര് നിത്യജീവനിലേക്കും പ്രവേശിക്കും. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.